അരവിന്ദനും ജോയിയും ചന്തുവും ഇന്നും സുഹൃത്തുക്കൾ തന്നെയാണ്. വർഷങ്ങൾക്കിപ്പുറവും അവർ നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്. അരവിന്ദനും പത്മിനിക്കും ഒരു മകനാണ് ചന്തു. ഉമയ്ക്കും ചന്തുവിനും ഒരു മകൻ തന്നെയാണ്. ശ്രാവൺ എന്നാണ് പേരെങ്കിലും തൻ്റെ അനുജൻ്റെ ഓർമ്മയ്ക്കായി ചന്തു ചിന്നൻ എന്നാണ് ശ്രാവണെ വിളിക്കുന്നത്. ജോയിയും കുടുംബവും. ജോയിക്കും ഒരു മകനാണ്. അച്ഛനെ പോലെ തന്നെ മിടുക്കനാണ് മകനും. ഇവർ 3 പേരും ഒന്നിച്ച് ബിസിനസ് ചെയ്യുകയാണ്. ജോയിയും ചന്തുവും അരവിന്ദനെ പോലെ തന്നെയാണ് ഇവർ 3 പേരും. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഇവർ. ബിസിനസ്സിൽ ഇടയ്ക്ക് ഇടവേള കിട്ടുമ്പോഴെല്ലാം ഇവരെല്ലാവരും അടിച്ചു പൊളിക്കാനായിട്ട് പോണ്ടിച്ചേരിയിലേക്കും ഗോവയിലൊക്കെ പോകാറുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും സഹോദരങ്ങളും എല്ലാം എന്ന് പറയാം. അത്രയ്ക്കധികം ബന്ധമാണ് ഇവർ തമ്മിലുള്ളത്. വർഷങ്ങൾക്കിപ്പുറം കൊട്ടാരത്തിൽ വീണ്ടും ഒരു കല്യാണത്തിൻ്റെ ആഘോഷം നടക്കുകയാണ്. അരവിന്ദൻ്റെയും പത്മിനിയുടെയും മകൻ്റെ വിവാഹമാണ്. വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അരവിന്ദനൊപ്പം ചന്തുവും ജോയിയും എല്ലാവരും ഒന്നിച്ചുണ്ട്. അതുപോലെ തന്നെ ചന്തുവിൻ്റെയും അരവിന്ദൻ്റെയും മക്കൾ സുഹൃത്തുക്കൾക്കപ്പുറം സഹോദരങ്ങളെ പോലെ തന്നെ ഒപ്പമുണ്ട്. ഫ്രണ്ട്സ് മാത്രമല്ല, സഹോദരങ്ങളെ പോലെ കൂടെയാണ് ജീവിക്കുന്നത്. വിവാഹത്തിന് അവരുടെ പ്രിയപ്പെട്ട എല്ലാവരും തന്നെ എത്തി. അരവിന്ദൻ്റെ അച്ഛനും അമ്മയും പത്മിനിയുടെ അച്ഛനും അതുപോലെ തന്നെ ഇളയച്ചനും എല്ലാവരും തന്നെ വിവാഹം അടിച്ചു പൊളിക്കുകയാണ്. തരത്തിൽ വർഷങ്ങൾക്കിപ്പുറമാണ് ഒരു വിവാഹം നടക്കുന്നത്. അരവിന്ദൻ്റെ മകൻ മാലാഖയെ പോലെ ഒരു പെൺകുട്ടിയാണ് വിവാഹം ചെയ്തത്. കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് മാലാഖയെ പോലത്തെ ഒരു പെൺകുട്ടിയെ. അരവിന്ദനും ചന്തുവും ജോയിയും പോലെ തന്നെ ഇവരുടെ 3 പേരുടെ ഭാര്യമാരും വളരെയധികം സുഹൃത്തുക്കൾ പോലെ തന്നെ പോവുകയാണ്. ഇവർ 3 പേരും തമ്മിൽ വളരെയധികം സ്നേഹത്തിൽ തന്നെയാണ്. അരവിന്ദനും ചന്തുവും ജോയിയും ഒരിക്കലും പിരിയുന്നില്ല. അവർ പഴയ ആ സ്നേഹം ഇന്നും അവർക്കുള്ളിൽ തന്നെ ഉണ്ട്. ആ സൗഹൃദം തന്നെ എന്നും അവരിൽ നിലനിൽക്കും. ഓർമ്മകൾ നഷ്ടപ്പെട്ടിരുന്ന കൈകാലുകൾ അനക്കാൻ പറ്റാത്ത അരവിന്ദനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് ചന്തുവിൻ്റെ ഒരു വരവിലാണ്. അത്രയധികം ആഴത്തിലുള്ള ബന്ധമാണ് അരവിന്ദനും ചന്തുവും ജോയിയും തമ്മിലുള്ളത്. ഇവർ 3 പേരും കുഞ്ഞുനാൾ മുതൽ അത്രയധികം അടുപ്പമുള്ളവരാണ്. ആ സൗഹൃദത്തിനിപ്പുറം അവർ 3 പേരും സുഹൃത്തുക്കളെയും മനസ്സ് നിറയെ സ്നേഹബന്ധം മാത്രമാണ് ഇവർ തമ്മിലുള്ളത്. അത്രയധികം ആഴത്തിലുള്ളൊരു ബന്ധമാണ് ഇവർ. ഇന്നും അവർ ആ ചെറുപ്പത്തിൽ തന്നെയാണ്. പഴയ കളിയും ചിരിയും എല്ലാം നിറഞ്ഞ ഇവർ 3 പേരും തമ്മിൽ അത്രയ്ക്കുള്ള ആഴത്തിലുള്ള ബന്ധമാണ് ഇവർ 3 പേരും തമ്മിലുള്ളത്. ഇവരുടെ മക്കളിലൂടെ ഇന്നും ആ സ്നേഹം നിലനിൽക്കുകയാണ്. അരവിന്ദും ചന്തുവും ജോയിയും പോലെ തന്നെയാണ് ഇവർ 3 പേരും. അച്ഛൻ സ്നേഹം കണ്ടു വളർന്നത് കൊണ്ടായിരിക്കാം ഇവർ 3 പേരുടെ സൗഹൃദവും അങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. അവർ 3 പേരുമാണ് ഇവരുടെ മാതൃക. എല്ലാ കാര്യത്തിലും അവരുടെ ഒത്തൊരുമയാണ് ഇവരും സ്വീകരിക്കുന്നത്. ഇവിടെ ആ ബന്ധം ഇന്നും നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് ഈ മക്കൾ 3 പേര്. അരവിന്ദൻ്റെ മകൻ്റെ വിവാഹം കഴിഞ്ഞതോടെ ഇവരുടെ ഗ്യാങ്ങിലേക്ക് ഒരാൾ കൂടി വരികയാണ്. ഇനി 2 പേർക്കുള്ള കാത്തിരിപ്പിലാണ് ഇവർ.